ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലെ നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോവാണ്, അർജുൻ ബ്രോ. അപ്പോൾ ആൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം, അതൊരു വ്ളോഗ് ആക്കാമെന്നൊരു ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അർജുൻ ബ്രോ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കുറേ പാക്കിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. യെസ്, കാണിച്ചു തരാം ഗൈസ്. യെസ് ഗായ്സ്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അർജുൻ ബ്രോ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അർജുൻ ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിലേക്കുള്ള പർച്ചേസിങ് കാര്യങ്ങളെല്ലാം? നല്ല രസമായിരുന്നു. ഓക്കെ, അപ്പം അർജുൻ ബ്രോ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല രസമുണ്ട്. ഞാൻ എന്ത് ചെയ്തു, രാവിലെ എണീറ്റിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടക്കി വെച്ചു. വലിയൊരു ബോക്സിലാക്കി വെച്ചേക്കുമായിരുന്നു ഇവിടെ. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് എല്ലാം ഇങ്ങനെ അടക്കി വെച്ചപ്പോൾ എല്ലാം കൂടി കാണുമ്പോൾ നല്ലൊരു രസമുണ്ട്. നാട്ടിലേക്ക് പോകുന്നൊരു ഇനിയിപ്പോൾ അർജുൻ ബ്രോ ഒരു 2-3 ഡേയ്സിനുള്ളിൽ പോവും. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വെയിറ്റ് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊറിയർ അയക്കണം അല്ലേ? അതെ, ഡ്രസ്സുകളുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ സംഭവം. ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇനി കുറേ ലോഡ് സാധനങ്ങൾ വേറെ ഉണ്ട്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ കുറേ ഐറ്റംസും അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ അല്ലേ? അപ്പോൾ വെയിറ്റ് കൂടുതലായ കാരണം നമ്മൾ കൊറിയർ അയക്കണം നാട്ടിലേക്ക്. അർജുൻ ബ്രോ ഇത്ര ഡ്രസ്സിന് പർച്ചേസ് ചെയ്തു? 3000 dirhams. Oh my gosh, ഓൾമോസ്റ്റ് 3000 dirhamsന് അടുത്തുണ്ട്. ഇങ്ങനെ എല്ലാം കിടിലൻ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇനി നമ്മുടെ അടുത്ത പരിപാടി, അതെ അർജുൻ ബ്രോ പിന്നെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പോയല്ലേ നാട്ടിക്ക്? അങ്ങനെ പറയല്ലേ. മെയിൻ ഞങ്ങളുടെ വേറൊരു കിടിലൻ സാധനമുണ്ട്. ഇതാണ് നമ്മുടെ ഇതിലെ ഹൈലൈറ്റ്. നമ്മുടെ RC ഇതാൾ കുറച്ച് മുന്നേ ഓൺലൈൻ പർച്ചേസ് ചെയ്തായിരുന്നു നമ്മളിവിടെ. അതെ, നമ്മളിത് കുറച്ചൊക്കെ ഇവിടെ ഓടിച്ചു കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവന് ഇനി നാട്ടിലേക്ക് പോവാണ്. ഇനി നാട്ടിൽ പോയിട്ട് നാട്ടിൽ വിലസുവാൻ അല്ലേ? സൗദിയില്. അപ്പോൾ ഇതും സൗദി കൊണ്ടുപോകും അല്ല? അതിന് മുന്നേ നാട്ടിൽ പോയിട്ട് നാട്ടിൽ ഓടിച്ച് കളിക്കുമല്ലോ. പിന്നെ അവിടെ ഒരു ഫ്ലൈറ്റ് ഇരിക്കുന്നുണ്ട്, ജെറ്റ് ഉണ്ട്. നാട്ടിൽ പോയിട്ട് ഇനി ജെറ്റ് പറത്തണം. അങ്ങനെ മൊത്തത്തിൽ ഇനിയിപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഒതുക്കണം. അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടികൾ. യെസ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇനി ഒതുക്കണം. പിന്നെന്താ, അതൊക്കെ കൊറിയർ അയക്കാൻ പോകണം. ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് അതായിരിക്കും. ചെറിയൊരു വ്ളോഗ്, ഒരു മെമ്മറി പോലെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോവാം, അടുത്ത കാഴ്ചയിലേക്ക് പോകാം. റൂമെല്ലാം ഫുൾ അലങ്കോലായി കിടക്കോട്ടെ ഗൈസ്. അപ്പോൾ കുറച്ച് ശോകമാണ് അങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങൾ സെറ്റാക്കിയാലോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടി. അപ്പോൾ നമ്മൾ അവിടെ അർജുൻ ബ്രോ കൊറിയർ അയക്കാനുള്ള സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. കൊറിയർ പറഞ്ഞാൽ വേറെ, നാട്ടിലേക്കുള്ള പെട്ടി വേറെ. ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ഓർഡർ ആക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, സോ ബൈ. യെസ് ഗൈസ്, അപ്പം നമ്മൾ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ അവിടെ സെറ്റാക്കി. ഇനി കൊറിയർ അയക്കാനുള്ള സാധനങ്ങൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. യെസ്, കുറേ ഓക്കെ, ഓൾ സെറ്റ്. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ. പുറത്ത് നല്ല വെയിലാണ് ഗൈസ്, അതാണ് എന്തായാലും പോയിട്ട് വരാം. ചെയ്യണ്ടായിട്ടോ. ഞങ്ങൾ ഇവിടെയാണ് കൊടുക്കത്തെ വെയിൽ നല്ല വെയിലായി. അതിൻ്റെ ഇടയ്ക്ക് ഇത് കൂടി നല്ല വെയിറ്റ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വീണ്ടും പണിയിലേക്ക് യെസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വന്നു. ഇനി രണ്ടാമത്തെ ട്രിപ്പ് സാധനങ്ങളായിട്ട് പോകണം. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ കൊടുക്കാനുള്ള പൈസ എടുക്കാൻ മറന്നുപോയി. പിന്നെ അർജുൻ ബ്രോൻ്റെ RC കാറും അങ്ങനെ ചെറിയൊരു സാധനം കൂടി മാത്രമേ ഉള്ളൂ. ഇതുകൂടെ ഉള്ളൂ. യെസ്, RC കാറും ചെറിയൊരു കവറും പൈസ. പുറത്തൊന്നും ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ചൂട് കൂടി തുടങ്ങി. അപ്പോൾ നല്ല വെയിലുണ്ട് ഗൈസ്. അവിടെ എത്തിയിട്ട് കാണാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ RC എല്ലാം നാട്ടിലേക്ക് കുറേ നാൾ ഞാനിത് ഓടിച്ചിട്ടോ. നല്ല കിട്ടില്ല വണ്ടിയായിരുന്നു. നമ്മളിന്ന് മോർണിംഗ് കണ്ടത് കൂടാതെയുള്ള കുറേ സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കുറേ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇങ്ങനെ ബെഡ്, അങ്ങനെ ഡബിൾ ബെഡൊക്കെ ഉണ്ടല്ലോ, എയർ ബെഡ്, അതൊക്കെയാണിത്. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പുള്ളി വേറെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സുകൾ, കുറേ ഐറ്റംസ്. അതൊന്നും രാവിലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊക്കെ നമുക്ക് നോക്കാം എത്രയാവുന്നില്ല. എന്താവും 2 പെട്ടി കിട്ടേണ്ടി വരും. 2 പെട്ടി പോകും. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നാട്ടിലത്തെ ഒരു 3 ലക്ഷം രൂപയ്ക്ക് പർച്ചേസിങ് കഴിഞ്ഞിട്ട്. ഇത് ഈ ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്.
ചേട്ടൻ തൃശ്ശൂരാണ്, തൃശ്ശൂർ കുന്നോളം. എൻ്റെ പേര് ദിൽഷാദ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. സാധനങ്ങൾ കയറ്റിക്കോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിൽ ലോഡ് ചെയ്യണം ഗൈസ്. ഈ ബാഗ് ഫുള്ളായിട്ട് അങ്ങോട്ട് ഉള്ളിൽ കയറ്റുവാണ്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. അർജുൻ ബ്രോ എന്തായി, എല്ലാം സെറ്റായില്ലേ? എല്ലാം സെറ്റായി ബ്രോ. ഇത് നമ്മളുടെ ഏതാ? ഷാബി ഓഫീസ്. അപ്പോൾ അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. എല്ലാം നമുക്ക് കിഡ്ലനായിട്ട് പാക്ക് ചെയ്ത് പിന്നെ ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. എല്ലാം സെറ്റാണ്, അടിപൊളി. അപ്പോൾ ബ്രോ താങ്ക് യു, ബൈ ബൈ, സീ യു. കാണാം. ഇനി ഞാൻ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ വരാം കേട്ടോ. ഞാൻ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ വരാം. ബ്രോ ബൈ. അപ്പം നമുക്കിനി പുറത്തെടുക്കാം ഗൈസ്. ഇതാണ് കേട്ടോ അവരുടെ സ്ഥലം. നമ്മുടെ ഷാബിയ 10 തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ബെസ്റ്റ് സർവീസ് ആയിരുന്നു. മീൻസ് നല്ലൊരു സഫാരിയുടെ നേരെ ഓപ്പോസിറ്റ്. അവിടെ സഫാരി, ഇവിടെ ബെസ്റ്റ് എക്സ്പ്രസ്. പക്ഷെ നമുക്ക് നല്ല പ്രൈസിൽ തന്നൂല്ലേ? നല്ല പ്രൈസിൽ കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ്. നമ്മൾ കുറെ എൻക്വയറി ചെയ്തപ്പോൾ ഭയങ്കര സീനായിരുന്നു അല്ലേ? നല്ല പ്രൈസ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. അതെ, 2 മണി സിനിമാറ്റിക് 2 മണിയായി. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം. യെസ്, അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. കാർഗോ എല്ലാം അയച്ചു. പിന്നെന്താ, ഫുഡ് നമ്മൾ പാർസൽ വാങ്ങി, കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ പുറത്ത് നല്ല ചൂടായിരുന്നു, പുറത്തൊന്നും വീഡിയോ എടുത്തില്ല. കാരണം നമ്മൾ ഫൈനലി റൂമിലെത്തി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അർജുൻ ബ്രോ ഇനി 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുള്ളൂ. ആളുടെ ടിക്കറ്റ് ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് സാധനങ്ങളെല്ലാം നാട്ടിലേക്ക് കയറ്റി വിട്ടതാണ്, കാരണം ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി അർജുൻ ബ്രോ റെഡി ആയിട്ട് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളായിരിക്കും. അതായിരിക്കും അടുത്ത പരിപാടി. അതിനി എന്തായാലും 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ ഒരു 4 ദിവസത്തിന് ശേഷം എല്ലാം സെറ്റായി. അപ്പോൾ അർജുൻ ബ്രോ ഒന്ന് പോവാണ്. വായോ എല്ലാവരും വാ. അപ്പോൾ അർജുൻ ബ്രോനെ നമ്മൾ യാത്രയാക്കിയ കുറേ ആൾക്കാരുണ്ട്. പെട്ടിയൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോകണം. അർജുൻ ബ്രോ എന്തെങ്കിലും പറയണ്ട, ഞങ്ങൾ നേരെ ഒന്നും പറയല്ല. അബിയും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ റെഡി അല്ലേ? ഇറങ്ങാം നമുക്ക്. സെറ്റല്ലേ? അർജുൻ ബ്രോന്റെ പെട്ടി വീണ്ടും പെട്ടി. അർജുൻ ബ്രോ പോവാണല്ലേ? എന്തൊരു സന്തോഷങ്ങളെ മുഖത്ത്. ഞങ്ങളൊക്കെ വിട്ടു പോണതിൽ ഇത്ര സന്തോഷ. പെട്ടി കേറുവോ? പോവില്ല, കേറൂല. ഓക്കെ, അപ്പൊ പെട്ടി കേറൂല ഗൈസ്. പെട്ടി അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറില്ല. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പൊ നമ്മൾ 3 പേര് പോവാന്ന പ്ലാൻ ചെയ്തേ. അങ്ങോട്ട് വെച്ചോ. സർജിന്റെ പെട്ടി. ബ്രോ ശരിയാണല്ലോ. ഇതിൽ ആരാ പോകുന്ന നാട്ടില്? പോയി ഇത് നോക്ക്. ഇവർ രണ്ടുപേരും ഫോട്ടോ എടുക്കട്ടെ. സെയിം ഡ്രസ്, യൂണിഫോം പോലെ. ബൈ. നിങ്ങൾ പോരില്ല? ഞാൻ എന്നാ പോയിട്ട് വരട്ടെ, ഞാൻ വിളിക്കാം. ഷിബിൻ ബ്രോ പോവാണ്. നമുക്ക് വന്നാ നിങ്ങൾ ഫ്രണ്ടിൽ കയറിക്കോ. ഓക്കെ, അപ്പൊ അർജുൻ ബ്രോ പോയിട്ട് വരാട്ടോ. ഓക്കെ, അപ്പൊ അബിയുടെ കയറി. അർജുൻ ബ്രോ തിരിച്ചു വരുമ്പോ കാർ കൊണ്ടുവരണേ. ഓക്കെ ബൈ. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വരുമ്പോ ബൈ. ഷിബിൻ ബ്രോ ടാറ്റാ പോയിട്ട് വരാ, വന്നിട്ട് വിളിക്കാം. ഓക്കെ ബൈ. ഷിബിൻ ബ്രോനെ കണ്ടുപിടിച്ച് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ എയർപോർട്ട് റോഡ് എത്താറായി. അർജുൻ ബ്രോ എത്താറായിട്ടോ? പോവാണല്ലേ? നമുക്ക് നേരെ ദുബായ് വിട്ടാലോ? ദുബായ് പോണാ? ഒറ്റ മൈൻഡ് നേരെ വിടാം. അപ്പൊ നമ്മൾ ഗൈസ് എയർപോർട്ട് എത്താറായി. ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മൾ എയർപോർട്ട് എത്തുന്നതാണ്. അതെ ഗൈസ്, എയർപോർട്ട് എത്തി. എയർപോർട്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തി. ബ്രോ
അർജുൻ പോവാട്ടോ. അർജുൻ്റെ ഒരു ബാഗ് കൂടി ഉണ്ട്. അഭി ഒറ്റക്ക് എടുക്കണ്ട, ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ് അർജുൻ ബ്രോ പോവാണ്. അർജുൻ ബ്രോ താറ്റ. നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അധികം ഞങ്ങൾ ഇവിടുന്ന് അധികം വീഡിയോ എടുക്കുന്നില്ല. അപ്പൊ എന്തായാലും അർജുൻ ബ്രോ പോവാണ്. ബൈ. തിരിച്ചു വരും.